ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഏവർക്കും ക്രിസ്തുമസിന്റെ മംഗളങ്ങൾ ഏറെ സ്നേഹത്തോടെ ആശംസിക്കുന്നു. പൊന്നുണ്ണി കൊണ്ടുവന്ന സന്തോഷവും സമാധാനവും പ്രത്യാശയും എല്ലാ ഹൃദയങ്ങളിലും നിറയട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, 24 ദിനങ്ങളായി നാം ക്രിസ്തുമസിന് വേണ്ടി ഒരുങ്ങുകയായി. ക്രിസ്തുമസിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഡിസംബർ 1 ആകുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിൽ കടന്നു വരുന്ന ചില ചിത്രങ്ങളിലൂടെ നമുക്ക് ചില ധ്യാന ചിന്തകളിലേക്ക് ഈ രാവിലെ നമുക്ക് കടന്നു പോകാം. നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ പെട്ടെന്ന് നിൽക്കുന്ന ഒരു ചിത്രമാണ് ഒരു നക്ഷത്രം. ആകാശവിധാനത്തില് നക്ഷത്രങ്ങൾ ആയിരങ്ങൾ ഉണ്ടെങ്കിലും കിഴക്കുദിച്ച നക്ഷത്രത്തിന് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. കിഴക്കുദിച്ച നക്ഷത്രം രക്ഷകനെ കാണിച്ചു കൊടുക്കുന്ന ഒരു വഴികാട്ടിയായിരുന്നു. ആ നക്ഷത്രം കണ്ട് ജ്ഞാനികള് ബെത്ലഹേമിലെ പുൽക്കൂട്ടിലേക്ക് എത്തിയത് നമുക്കറിയാം. കിഴക്കുദിച്ച നക്ഷത്രം നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ ഒരു പ്രതീകമായി മാറേണ്ടതാണ്. ഒരു നക്ഷത്രത്തിന് ചെയ്യാനുള്ള ഒരു ദൗത്യമുണ്ട്. നീതിസൂര്യനായ സൂര്യനിൽ നിന്ന് പ്രകാശം സ്വീകരിച്ച് രാത്രിയുടെ യാമങ്ങളിൽ പ്രകാശം പരത്തുക എന്നുള്ളതാണ് ഒരു നക്ഷത്രത്തിന്റെ കടമ. നീതിസൂര്യനായ ഈശോയുടെ വരവിനെ അറിയിച്ചുകൊണ്ട് കിഴക്കുദിച്ച നക്ഷത്രം അനേകർക്ക്, പ്രത്യേകിച്ച് ജ്ഞാനം സിദ്ധിച്ചവർക്ക്, ജ്ഞാനികളായവർക്ക് ദിവ്യരക്ഷകനെ കാണാനുള്ള വഴികാട്ടിയായി മാറി. നക്ഷത്രത്തിന്റെ പ്രത്യേകത അത് പ്രകാശമില്ലാത്ത സമയങ്ങളിൽ, പ്രകാശമില്ലാത്ത ഇടങ്ങളിൽ പ്രകാശം പരത്തി മറ്റുള്ളവർക്ക് പ്രത്യാശ പകരുന്നു എന്നുള്ളതാണ്. കിഴക്കുദിച്ച നക്ഷത്രം പോലെ ഈ പുണ്യദിനത്തിലെ ഒരുക്കങ്ങളിലൂടെ നമ്മളും വരും വർഷങ്ങളിൽ ആഗതമായിരിക്കുന്ന 2025 പ്രകാശം പരത്തുന്ന ഒരു നക്ഷത്രമായി മാറുവാനുള്ള ഒരു ക്ഷണമാണ് നമുക്ക് ഉള്ളത്. പ്രകാശം നമുക്ക് മുകളിലായിരിക്കുമ്പോൾ നിഴലില്ല. പ്രകാശം നമ്മുടെ ഉള്ളിലായിരിക്കുമ്പോൾ നാം തന്നെ പ്രകാശമായിട്ട് മാറുന്നു. ഒരു പ്രകാശമായി മാറുവാൻ, അനേകർക്ക് മുമ്പില് വഴി കാട്ടിക്കൊടുക്കുന്ന ഒരു നക്ഷത്രമായി മാറുവാൻ നമുക്കും സാധിക്കട്ടെ എന്നാണ് നമുക്കിപ്പോൾ പ്രാർത്ഥിക്കാനുള്ളത്. ഈ ക്രിസ്തുമസ് ഒരുക്കങ്ങളും ക്രിസ്തുമസ് ആഘോഷവും കടന്നു വരുന്ന പുതുവർഷവുമെല്ലാം ഒരു നക്ഷത്ര ശോഭയിൽ നമുക്ക് മറ്റുള്ളവർക്ക് ദിവ്യരക്ഷകനായ ഈശോയെ ജീവിതത്തിലൂടെ കാണിച്ചു കൊടുക്കുന്ന ഒരു നക്ഷത്രമായി തീരുവാൻ നമുക്കും കൃപ ലഭിക്കട്ടെ എന്ന് ദിവ്യുണ്ണിയോട് തരണമേ എന്ന് നമുക്ക് ദിവ്യുണ്ണിയോട് പ്രാർത്ഥിക്കാം. രണ്ടാമതായി നമ്മുടെ മനസ്സിൽ വരുന്ന മറ്റൊരു ചിത്രം ഒരു ക്രിസ്മസ് ട്രീ ആണ്. ക്രിസ്മസ് ട്രീ നമ്മൾ ധാരാളമായി ചിത്രങ്ങളിൽ കാണാറുണ്ട്. വാങ്ങിച്ച വീടുകളില്, പല സ്ഥലങ്ങളില്, സ്ഥാപനങ്ങളിലാണേലും ഒരു സ്ഥാപനത്തിൽ തന്നെ പല ക്രിസ്മസ് ട്രീകൾ നമ്മൾ കാണും. ആ ക്രിസ്മസ് ട്രീക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഒരുപക്ഷെ നമ്മുടെ ഒരു പുൽക്കൂട്ടിലുണ്ടാകുന്ന ക്രിസ്തുമസ് ട്രീ നമ്മുടെ പരിസരങ്ങളിൽ നിൽക്കുന്ന ഏതെങ്കിലും ഒരു വൃക്ഷത്തിന്റെ ശിഖരമായിരിക്കും. അതൊരു പച്ചപ്പുള്ള ക്രിസ്മസ് ട്രീ ആണ്. പക്ഷേ നമ്മുടെ സാധാരണ ക്രിസ്മസ് ട്രീ എന്നുള്ളൊരു ഇമേജ് നമ്മുടെ മനസ്സിൽ നിൽക്കുന്നത് സൂചിക അഗ്രമുള്ള, വശങ്ങളിലേക്ക് ചില്ലകൾ നീട്ടി നിൽക്കുന്ന ഒരു ട്രീ ആണ്. നല്ല ഹരിതാഭയാർന്ന ഒരു മരം. അതുപോലെ തന്നെ അത് അലങ്കരിക്കപ്പെട്ട ഒരു മരമായിരിക്കും. പലവിധ തോരണങ്ങളാല്, ബൾബുകളാല്, ഇലക്ട്രിക് മാലകളാലൊക്കെ ആയിട്ട് നമ്മളതിനെ മനോഹരമായി അലങ്കരിച്ചു വെക്കും. ആ മരം നമുക്കിപ്പോൾ സന്തോഷം തരുന്ന ഒരു ക്രിസ്മസ് ട്രീ ആണ്. ക്രിസ്മസ് ട്രീ നമുക്ക് വളരെ ആനന്ദം പകരുന്നുണ്ട്. എന്തുകൊണ്ട്? അത് നമുക്ക് ഇങ്ങനെ ചിന്തിക്കാൻ പറ്റും. അത് ദൈവത്തിലേക്ക് നോക്കി നിൽക്കുന്നു, സഹോദരങ്ങളിലേക്ക് ചില്ലകൾ നീട്ടി നിൽക്കുന്നു. ദൈവത്തിലേക്ക് ലക്ഷ്യം വെച്ച് ദൈവോന്മുഖമായി ജീവിക്കാനും പരോന്മുഖമായി ജീവിച്ച് നമ്മുടെ ജീവിതത്തിന്റെ നന്മകൾ, നമ്മുടെ ജീവിതത്തിന്റെ ആത്മീയ ഫലങ്ങൾ അനേകർക്ക് നൽകുവാനും ആണ് ക്രിസ്മസ് ട്രീ നമ്മെ ആഹ്വാനം ചെയ്യുന്നത്. ക്രിസ്മസ് ട്രീകൾ ഒരു വീടിന്റെയോ സ്ഥാപനത്തിന്റെയോ പലയിടങ്ങളിൽ വെക്കാൻ വലിയ ബുദ്ധിമുട്ടില്ല. എന്നാൽ ഞാനും നീയും ഒരു ക്രിസ്മസ് ട്രീ ആയി മാറുവാൻ പരിശ്രമിക്കേണ്ടതുണ്ട്. അത് മറ്റുള്ളവർക്ക് ആനന്ദം പകരണമെങ്കിൽ അതിൽ നന്മകൾ നിറഞ്ഞിരിക്കണം, ഫലങ്ങൾ ഉണ്ടായിരിക്കണം. അത് മനോഹരമായി ശോഭ ചൊരിയുന്നതായിരിക്കണം. നമ്മുടെ ജീവിതവും ഈ നാളുകളിലൂടെയുള്ള പരിശ്രമത്തിലൂടെയും ഒരുക്കത്തിലൂടെയും
നന്മകളാൽ നിറഞ്ഞ് പുണ്യങ്ങൾ കൊണ്ട് അലങ്കൃതമായി ദൈവീക ചൈതന്യം പ്രസരിക്കുന്ന പച്ചപ്പുള്ള ജീവനുള്ള ഒരു ക്രിസ്മസ് ട്രീ ആയി മാറുകയാണെങ്കിൽ നമ്മുടെ ആഘോഷങ്ങൾക്ക് അർത്ഥം ലഭിക്കും. പർദീസായിലെ ഒരു മരണം സമ്മാനിച്ചുവെങ്കില് ഗാഗുൽത്തായിൽ ഉയർത്തപ്പെട്ട കുരിശാകുന്ന മരം ജീവൻ പുഷ്പിക്കുന്ന ഒരു മരമായി മാറി. ഇതുപോലെ ജീവൻ പകരുന്ന, മരണത്തിൽ നിന്ന് ജീവനിലേക്ക് നമ്മെ നയിക്കുന്ന ഒരു മരമായി മാറുവാൻ, ഒരു ക്രിസ്മസ് ട്രീ ആയി തന്നെ തീരുവാൻ ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. മറ്റൊരു ചിത്രം ഒരു പുൽക്കൂടാണ്. നമ്മുടെയൊക്കെ നാട്ടിൽ കാലിത്തൊഴുത്തും പുൽക്കൂടും വളരെ പരിചിതമായ കാര്യങ്ങളാണ്. എന്നാൽ ഒരു പുൽത്തൊട്ടിക്ക് ബൈബിളിലും ലോക ചരിത്രത്തിലും വലിയ സ്ഥാനം ലഭിച്ചു. ബത്ലഹേമിലെ പുൽത്തൊട്ടി. എല്ലാ പുൽത്തൊഴുത്തിലും പുൽത്തൊട്ടി ഉള്ളതുപോലെ ആ പുൽത്തൊട്ടി അവിടെ വളരെ സാധാരണമായിരുന്നുവെങ്കിലും അത് അസാധാരണമായ, അലൗകികമായ ഒരു ശോഭ ചൊരിയുന്ന ദിവ്യരക്ഷകന് ഇടം കൊടുത്ത പുൽത്തൊട്ടിയായി അത് മാറി. ഭൂമിയിലെ ഏറ്റവും ഭാഗ്യപ്പെട്ട ഒരു ഇടമാണ് ബത്ലഹേമിലെ പുൽത്തൊട്ടി എന്ന് നമുക്ക് പറയാൻ പറ്റും. കാരണം ദിവ്യരക്ഷകന് ജന്മം കൊള്ളുവാൻ, ഇടം കൊടുക്കുവാൻ അതിന് സാധിച്ചില്ലേ? നമ്മുടെ ജീവിതവും ഒരു കാലിത്തൊഴുത്ത് പോലെ കുറെ പാപവും ബലഹീനതയും മാലിന്യവും ഒക്കെ നിറഞ്ഞതാവാം. എന്നാൽ നമ്മുടെ ഹൃദയമാകുന്ന പുൽത്തൊട്ടിയിൽ ദിവ്യരക്ഷകന് പിറക്കാൻ ഇടം കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതവും ആ ബത്ലഹേമിലെ കാലിത്തൊഴുത്ത് പോലെ ദിവ്യരക്ഷകന്റെ ദിവ്യ ശോഭയാലും ദിവ്യ നന്മകളുടെ പരിമളത്താലും സ്വർഗീയ ദൂതരുടെ ആഗമനത്താലും സാന്നിധ്യത്താലും സ്വർഗീയ സംഗീതത്താലും മനോഹരമായി തീരും. നമ്മുടെ ക്രിസ്തുമസ് ആഘോഷങ്ങൾ അർത്ഥവത്തായി തീരണമെങ്കിൽ നമ്മുടെ ഹൃദയമാകുന്ന പുൽത്തൊട്ടിയിൽ ദിവ്യ ഉണ്ണിക്ക് ഇടം കൊടുക്കുവാൻ നമുക്ക് സാധിക്കണം. മനുഷ്യ ഹൃദയങ്ങളില് ദൈവത്തിന് ഇടം കിട്ടുമ്പോഴാണ് ഇമ്മാനുവേൽ അനുഭവം ലോകത്തില്, സഭയില്, സമൂഹത്തിലൊക്കെ വളരെ സജീവമായി അനുഭവിക്കാൻ പറ്റുക. ഒരു പുൽത്തൊട്ടിയും ആലങ്കാരികമായി അലങ്കൃതമാക്കി ഉണ്ടാക്കുവാൻ നമുക്ക് എളുപ്പമാണ്. പക്ഷെ ഒരു പുൽത്തൊട്ടിയായി, ബത്ലഹേമിലെ പുൽത്തൊട്ടി പോലെ ദിവ്യരക്ഷകന് ഇടം കൊടുക്കുന്ന ഒരു ഹൃദയമുള്ള വ്യക്തിത്വമായി നമ്മുടെ ജീവിതത്തെ മാറ്റാൻ സാധിക്കുകയാണെങ്കിൽ അവിടെ ഈ ക്രിസ്തുമസ് ആഘോഷം നമ്മെ ധന്യരാക്കും. ആ പുൽത്തൊട്ടി പോലെ എപ്പോഴും ലോകത്തിന് രക്ഷ പകരുന്ന, മറ്റുള്ളവർക്ക് രക്ഷ നൽകുന്ന ഒരു നല്ല ഹൃദയം, പരിശുദ്ധമായൊരു ഹൃദയം, നിർമ്മലമായൊരു ഹൃദയം, നിഷ്കളങ്കമായൊരു ഹൃദയം നമുക്കും ഈ ക്രിസ്മസ് നാളിലെ ഒരുക്കത്തിലൂടെ, ദിവ്യരക്ഷകന്റെ ആഗമനത്തിലൂടെ ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നാലാമതായി, നമുക്ക് സർവ്വസാധാരണമായ ക്രിസ്തുമസ് ഒരുക്കത്തിന്റെ മറ്റൊരു കാര്യമാണ് ഒരു ക്രിസ്മസ് സുഹൃത്ത്, ക്രിസ്മസ് ഫ്രണ്ട്. ലോകത്തിലുള്ള സകല മനുഷ്യർക്കും രക്ഷ വാഗ്ദാനം ചെയ്തുകൊണ്ട് കടന്നു വന്നവൻ ലോകത്തിന്റെ മുഴുവൻ സുഹൃത്തായിരുന്നു. നീതിമാന്മാരെയല്ല, പാപികളെ തേടിയാണ് ഞാൻ വന്നത് എന്ന് അവിടുന്ന് നമ്മോട് അരുളി ചെയ്തു. എല്ലാവർക്കും സുഹൃത്തായി തീരുവാൻ തക്ക വിധത്തില് പാപത്തെ വെറുത്ത് പാപികളെ സ്നേഹിച്ച അവിടുത്തെ ദിവ്യജനനത്തിന്റെ സ്മരണയിൽ നാം ആയിരിക്കുമ്പോൾ ക്രിസ്മസ് ഫ്രണ്ടുകൾ കൈമാറുന്നു, സമ്മാനങ്ങൾ കൈമാറുന്നു. അങ്ങനെ ഒരു ഫ്രണ്ടിനെ നമ്മൾ സ്വീകരിച്ച് 24-25 തീയതിയോടുകൂടി ആ ഫ്രണ്ട്ഷിപ്പ് എല്ലാം ഒരു പരിധി വരെ അവസാനിക്കുന്ന ക്രിസ്മസ് ഫ്രണ്ടുകളാണ് നമുക്കുള്ളത്. എന്നാൽ എല്ലാവരെയും എന്റെ സുഹൃത്തായി, ആരെയും എന്റെ ഹൃദയത്തിൽ നിന്ന് അകറ്റി നിർത്താത്ത ഒരു ജീവ ചൈതന്യം നമുക്ക് ലഭിക്കുകയാണെങ്കിൽ എമ്മാനുവേൽ ആയവൻ എന്റെ ജീവിതത്തിന്റെ സാരഥ്യം ഏറ്റെടുക്കുന്നതായി നമുക്ക് അനുഭവിക്കാൻ പറ്റും. നമ്മുടെ ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള എമ്മാനുവേൽ എന്ന് അവൻ വിളിക്കപ്പെടും. ആ സാന്നിധ്യത്താൽ ഞാൻ നിറയുമ്പോൾ എനിക്കും എല്ലാവരെയും എന്റെ ഫ്രണ്ടായി, എന്റെ സുഹൃത്തായി, എന്റെ സഹചാരിയായി, എന്റെ അയൽക്കാരനായി എനിക്കും കാണാൻ പറ്റും. ആ ഒരു മാനസാന്തരം, ആ ഒരു ജീവിത പരിവർത്തനം, അതാണ് നമുക്ക് വേണ്ടത്.
നമുക്കൊക്കെ സുഹൃത്തുക്കളുണ്ട്, വിരലിലെണ്ണാവുന്ന സുഹൃത്തുക്കൾ. എന്നാൽ വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 14-ാം വചനം പറയുന്നത് പോലെ സകല ജനത്തിനും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിന്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. ബെത്ലഹേമിലെ കാലിത്തൊഴുത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ പിറന്നിരിക്കുന്നു. ഈ രക്ഷകൻ എല്ലാവരുടെയും സുഹൃത്തായിരുന്നു. അവന്റെ ജീവിതകാലം മുഴുവൻ തന്നെ സമീപിച്ചവരെയും താൻ സമീപിച്ചവരെയും അവൻ സുഹൃത്തുക്കളാക്കി മാറ്റി. നമ്മുടെ ജീവിതങ്ങളിലും എല്ലാവർക്കും സംലഭ്യനാകാൻ നമ്മെ പ്രാപ്തരാക്കുന്ന ഒരു സ്നേഹ ചൈതന്യം ദിവ്യ ശിശുവിന്റെ സാന്നിധ്യത്തിലായിരുന്നുകൊണ്ട് നമുക്കും ആർജിച്ചെടുക്കാം. എല്ലാവർക്കും ഒരു സുഹൃത്തായി, എല്ലാവർക്കും സമാധാനം പകരുന്ന ഒരു ജീവിത സാന്നിധ്യമായി നമുക്ക് മാറാൻ സാധിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ രാവിൽ നമ്മുടെ ക്രിസ്തുമസ് ആഘോഷങ്ങളുടെ പരിസമാപ്തിയിലേക്ക് എത്തുമ്പോൾ ഇവിടെ അവസാനിക്കേണ്ട ഒരു ക്രിസ്തുമസ് അല്ല ഞാൻ ഈ ആഘോഷിക്കുന്നതെന്ന് നമ്മുടെ മനസ്സുകളിൽ എഴുതിയിടാം. ഈ ചൈതന്യം 2025 കൊണ്ടുപോയി മറ്റുള്ളവർക്ക് പ്രകാശം പകരുന്ന ഒരു നക്ഷത്രമായി മാറുവാൻ, എല്ലാം സമർപ്പിക്കുന്ന ഒരു ജീവചൈതന്യത്തോടെ ദിവ്യരക്ഷകന് ജീവിതം സമർപ്പിച്ച് ഹൃദയത്തിൽ അവൻ എപ്പോഴും ഇടം കൊടുക്കുന്ന ഒരു ബെത്ലഹേമിലെ പുൽത്തൊഴുത്ത് പോലെ ആയിത്തീരുവാൻ, എപ്പോഴും ദൈവോന്മുഖരായും പരോന്മുഖരായും ജീവിച്ച് നന്മകളാൽ അലങ്കൃതമായ ഒരു നല്ല ക്രിസ്മസ് ട്രീ ആയി മാറുവാൻ, എല്ലാവർക്കും ഒരു സുഹൃത്തായി തീരുവാൻ ഈ ക്രിസ്തുമസ് ആഘോഷം നമ്മെ പ്രാപ്തരാക്കട്ടെ. ഒരു ചെറിയ കഥ കൂടി പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കാലിന് മുടന്നുണ്ടായിരുന്ന ഒരു ആട്ടിടയൻ, അവനെ മറ്റാട്ടിടയന്മാര് അവന്റെ കൂട്ടത്തിൽ കൂട്ടുകയില്ലായിരുന്നു. അവനെപ്പോഴും ഒറ്റപ്പെട്ടൊരു ജീവിതം, എല്ലാവരുടെയും ഒപ്പം നടക്കാൻ സാധിക്കുന്നില്ല. ഇങ്ങനെ അവന് ബെത്ലഹേമിലൂടെ പേരെഴുതിക്കണം എന്നുള്ള അഗസ്റ്റസ് സീസറിന്റെ കൽപ്പന അനുസരിച്ച് പേരെഴുതിക്കുവാനായി ബെത്ലഹേമിലായിരിക്കുന്നു. വഴിയിലൂടെ നടന്നു നീങ്ങുമ്പോൾ യാത്ര ചെയ്ത് എല്ലാവരും ക്ഷീണിതരാണ്. ദാഹവും വിശപ്പും എല്ലാവരെയും അലട്ടുന്നുണ്ട്. വഴി മധ്യത്തില് അവൻ ഒരു കുടുംബത്തെ, ഒരു ഭാര്യയും ഭർത്താവിനെയും കണ്ടുമുട്ടുകയാണ്. ആ ഭാര്യ പൂർണ്ണ ഗർഭിണിയായ ഒരു സ്ത്രീയാണ്. കഴുതപ്പുറത്താണ് അവർ സഞ്ചരിക്കുന്നത്. മധ്യാഹ്ന സമയം, എല്ലാവരും ദാഹിച്ചു വലയുന്നു. ഈ ആട്ടിടയന്റെ കയ്യില് കുറച്ച് വെള്ളം അവന്റെ കയ്യിലുണ്ട്. അത് കുടിക്കാനായി അവന് തുടങ്ങവേ ആ കഴുതപ്പുറത്തിരിക്കുന്ന സ്ത്രീ വെള്ളത്തിനായി തന്റെ ഭർത്താവിനോട് പറയുന്നതും അപരിചിതരായ അവര് ആ ഭർത്താവ് വെള്ളം അന്വേഷിച്ച് നടക്കുന്നതും അവൻ കാണുകയാണ്. ഉടനെ ഈ ആട്ടിടയൻ ആ ഭർത്താവിന് ഈ വെള്ളം ആ പൂർണ്ണ ഗർഭിണിയായ സ്ത്രീക്ക് കൊടുക്കാനായി അവൻ കുടിക്കാതെ അത് ദാനം ചെയ്തു. ആ ഭർത്താവ് മേടിച്ച് ഭാര്യയ്ക്ക് വെള്ളം കൊടുത്തു. നന്ദിപൂർവ്വം പരസ്പരം നോക്കി അവർ യാത്രയായി, രണ്ടുപേരും യാത്രയായി അവരുടേതായ ഇടങ്ങളിലേക്ക് പേരെഴുതിക്കാനായി പോവുകയാണ്. ആ രാത്രിയിൽ അവന്റേതായ ആലയിൽ മറ്റാട്ടിടയന്മാരുടെ കൂടെ വന്ന് താമസിക്കുമ്പോഴാണ് ദിവ്യരക്ഷകന്റെ ജനനത്തെ കുറിച്ചുള്ള അറിയിപ്പ് അവർക്ക് ലഭിക്കുന്നത്. എല്ലാ ആട്ടിടയന്മാരും പെട്ടെന്ന് തങ്ങളുടേതായ ഭാണ്ഡങ്ങളൊക്കെ എടുത്ത് യാത്ര ചെയ്യാൻ പുറപ്പെടുകയാണ്. ഇവനും എഴുന്നേറ്റു. എല്ലാവരും സ്പീഡില്, വളരെ വേഗത്തില് മാലാഖ അറിയിച്ച ആ പുൽത്തൊഴുത്തിലേക്ക് യാത്രയാകുമ്പോൾ ഈ ആട്ടിടയന് കാലിന് മുടന്തുണ്ട്, നടക്കാൻ സ്പീഡ് കിട്ടുന്നില്ല, രാത്രിയാണ്, വെളിച്ചമില്ല. എന്നിരുന്നാലും അവനും ആഗ്രഹത്തോടെ യാത്ര ചെയ്യുന്നു. വളരെ സ്പീഡില് മറ്റുള്ളവർ പോയപ്പോൾ തന്നാൽ കഴിയുന്ന സ്പീഡില് ഇവര് നടക്കുകയാണ്. കുറച്ചു കഴിഞ്ഞപ്പോൾ അവന് മനസ്സിലായി, എന്റെ കാലിന് ഇതാ ബലം വർദ്ധിച്ചു വരുന്നു, എനിക്ക് കൂടുതൽ പെട്ടെന്ന് നടക്കാനാകുന്നു. അവൻ പിന്നെയും ബോധ്യപ്പെട്ടു, എനിക്കിതാ ഓടാൻ പറ്റുന്നു. അവനും എല്ലാവരുടെയും ഒപ്പം ഓടി, അല്ല അവരുടെ മുമ്പിലോടി ആ പറഞ്ഞിരുന്ന കാലിത്തൊഴുത്തിൽ ചെന്നു. അവൻ കാണുന്നത് അവൻ ജലം കൊടുത്ത ആ ഭാര്യയും ഭർത്താവുമാണ്. ഇതേ അവരുടെ മധ്യത്തിൽ ദിവ്യ ശിശു പിറന്നു കിടക്കുന്നു. ഇതാ സകല ജനത്തിന് വേണ്ടിയുള്ള വലിയ സന്തോഷത്തിന്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. ബെത്ലഹേമിലെ കാലിത്തൊഴുത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ. ആദ്യമായി ഈ രക്ഷയുടെ അനുഭവം സ്വന്തമാക്കുവാൻ ആ മുടന്തുള്ള ആ ആട്ടിടയന് സാധിച്ചു എന്നുള്ളത്, ആ ദിവ്യ ശിശുവിന്റെ അമ്മയ്ക്ക് ജലം കൊടുത്തതിലൂടെ അവനത് സാധിച്ചു എന്നുള്ളത് വലിയ അനുഗ്രഹമായി
അവൻ ബോധ്യപ്പെടുകയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതങ്ങളിലും ആകുന്ന സാഹചര്യങ്ങളിൽ മറ്റുള്ളവർക്ക് നന്മ ചെയ്ത് നമ്മുടെ ജീവിതങ്ങൾ സമർപ്പിക്കുന്നത് വഴി അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാൻ ഈ ക്രിസ്തുമസ് ആഘോഷം നമ്മെ പ്രാപ്തരാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ക്രിസ്മസിന്റെയും പുതുവത്സരത്തിന്റെയും മംഗളങ്ങൾ ഒരിക്കൽ കൂടി നേരുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.